ഒറ്റ മിനിറ്റ് ഞാൻ കാണിച്ചു തരാം. വീടത്തെ ഇത് കണ്ടോ, വീട് മാറുന്നതായിട്ട് വീടത്തെ അവസ്ഥ നീ കണ്ടോ മുത്തേ? മമ്മൂനോട് വീട് മാറുന്നതിലും ഒതുക്കി പാക്ക് ചെയ്ത് നല്ല വൃത്തിക്ക് നമുക്ക് ലോറിയിൽ കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലാക്കി വെക്കണം എന്ന് പറഞ്ഞത്. ഇപ്പം എല്ലാം വൃത്തിയാക്കി, അപ്പുറത്തെല്ലാം അടിച്ചു വാരി വൃത്തിയാക്കി. പക്ഷെ കൂട്ടിയിട്ടത് ഇങ്ങനെയാണ്. ഇത് ഞാൻ എങ്ങനെ കൊണ്ടുപോകുന്ന എനിക്കറിയില്ല. എനിക്കൊന്ന് ഇത് ബാണ്ടൊക്കെ ഇട്ടാക്കിയിട്ട് എനിക്കൊന്ന് ആ തുണി ഉണ്ടാവും, ആ തുണി ആ ബ്ലാങ്കറ്റിലാറ്റം ഇത് മൊത്തം എടുത്ത് കെട്ടി മറ്റേ ഉള്ളിലേക്ക് ഇതാക്കിയിട്ട് ഒരു ഉണ്ട പോലെ ആക്കിയിട്ട് കൊണ്ടുപോകണം. അതാണ് അവസ്ഥ. ഇതൊരിക്കലും എനക്ക് വന്നില്ല. ഇവനെ കൊണ്ട് ഞാൻ കാര്യം പറയല്ല, വൃത്തിക്കൊരു ലോകത്തൊരു കാര്യം എനിക്ക് വൃത്തിക്ക് ചെയ്യാൻ കഴിയില്ല. അത് എനിക്ക് മനസ്സിലായി. മമ്മൂ എന്ന് പറയുന്ന ആ വ്യക്തിക്ക് ഒരു കാരണവശാലും വൃത്തിയിലൊരു പണി അല്ലെങ്കിൽ എന്ത് കാര്യമായാലും, കുക്കിംഗ് ആയിക്കോട്ടെ എന്ത് കാര്യം ആയിക്കോട്ടെ, വൃത്തിയിലൊരു കാര്യം തീർക്കാൻ മമ്മൂനെ കൊണ്ട് സാധിക്കൂല. അതെനക്ക് ഞാൻ ഉറപ്പിച്ച കാര്യമാണ്. ഓക്കെ, സൂപ്പർ ചാറ്റ് ആക്കിയില്ല. ഓൾറൈറ്റ്, മമ്മൂന്റെ കാര്യം ഒന്നും പറയണ്ട മുത്തേ. നിക്ക്, മമ്മു വീട്ടിൽ പോകുന്നില്ലല്ലോ, മമ്മു കൊച്ചി പിടിച്ചു പോലും. ഞാൻ പറഞ്ഞു എടാ ഞാനും മാക്കും പോകുന്നു ഈജിപ്തിലേക്ക്. മമ്മു ഇവിടെ ഒറ്റക്ക്, അച്ചാനും ഇവിടെ ഉണ്ടാവില്ല. അച്ചാനും ഇവിടെ നമ്മളൊന്നിച്ചല്ല താമസം. അച്ചാൻ്റെ വീട്ടിൽ അച്ചാനും അച്ചാൻ്റെ അമ്മയും അച്ചാൻ്റെ ഗേൾഫ്രണ്ടും ആണ്. മനസ്സിലാവും. അച്ഛൻ്റെ ഗേൾഫ്രണ്ട് എനിക്കറിയില്ല എത്ര കാലം ഉണ്ടാവുന്നറിയില്ല. ഇപ്പോൾ 3-4 ദിവസമായിട്ട് ഒന്നിച്ചാന്ന് അച്ഛൻ എനിക്കറിയില്ല, എന്താവുമെന്ന് എനിക്കറിയില്ല. അതെല്ലാം എടുക്കട്ട്. ഞാൻ പറയുന്നത് വെച്ചാൽ അച്ചായൻ എന്തായാലും മമ്മൂനെ അച്ചാൻ്റെ വീട്ടിൽ നിർത്തിക്കൂല എന്ന് പറഞ്ഞത്. അച്ചായൻ തീരിച്ചില്ല, മമ്മൂനെ കണ്ണെടുത്താൽ കണ്ടുകൂടാ അച്ചായൻ. ഓക്കെ, ഞാൻ ഈജിപ്തിൽ പോകുമ്പോൾ അച്ചായനെ ഒന്നിച്ച് നിർത്തിക്കുമോ എന്ന് ചോദിച്ചു. അച്ചായൻ പറയുന്നില്ല. ഞാൻ ഇവനോട് വീട്ടിൽ പോകാൻ കുറേ പറഞ്ഞു. ഇവൻ എങ്ങനെയും വീട്ടിൽ പോകുന്നില്ല. ഇവൻ കൊച്ചി വിട്ട് പോകൂലെന്ന് പറയും. ഇവൻ അത്ര ഇതായിന്നാ പറയുന്നത്. ഇവൻ എങ്ങനെയും വീട്ടിൽ പോകുന്നില്ല. അത്ര പറഞ്ഞു ഇവൻ വീട്ടിൽ പോകുന്നില്ല. ഇവനെ ആ ഏടെ എത്തിക്കും. നിങ്ങൾ പറ, മമ്മൂനെ ഞാൻ എന്ത് ചെയ്യും? എയർപോർട്ടിൽ എത്തിച്ചിട്ട് പോകാൻ കഴിയും? ഞാനും മാക്കും മാത്രമേ പോകുന്നുള്ളൂ. അപ്പം അച്ചായൻ്റെ കൂടെ എത്തിക്കാന്ന് ഞാൻ വിചാരിച്ചു. അച്ചായ ഒരിക്കലും മമ്മൂനെ അടുപ്പിക്കൂലെന്ന് പറയുന്നത്. ആ വീട്ടിൽ കയറ്റില്ല എന്നാ പറഞ്ഞത്. വീട്ടിൽ കയറ്റില്ലാന്നല്ല, അച്ചായൻ എന്തായാലും അച്ചായനെ ഏൽപ്പിച്ചിട്ട് പോകാൻ കഴിയില്ല. ആ 10 ദിവസം മമ്മൂനെ സഹിക്കാൻ കഴിയില്ലാന്ന് തന്നെ എന്നോട് മോത്തടിച്ച അച്ചായ പറഞ്ഞത്. കഴിയില്ലാന്ന് തന്നെ പറഞ്ഞു. ഇവനാണെങ്കിൽ ഞാൻ കണ്ണൂരേക്ക് ഇവൻ അയക്കാന്ന് വെച്ചാൽ ഇവന് വീട്ടിൽ പോകണ്ടേ. ഇവൻ വീട്ടിൽ പോകില്ല. അത്ര പറഞ്ഞിട്ട് ഇവൻ വീട്ടിൽ പോകുന്നില്ല. ഇവനെന്താ ഞാൻ ചെയ്യണ്ടേന്ന് പറയുന്നത്. വാണപ്രിയൻ, തൊപ്പി യു ആർ ലൈക്ക് ദ സൺസെറ്റ്, I just want to keep watching. Bro, you're gay, brother. You, brother. വീട്ടിൽ പോകുന്നില്ല ബ്രോ. മമ്മൂനെ വിളിച്ച് 2 ഉപദേശിക്ക്. എടാ മോനെ ഉപദേശിച്ചിട്ട് എടാ ഇത് വൃത്തിയാ. എടാ മമ്മോ യോ എന്താക്കുന്നത്? ബാത്റൂമിലാ? ആ ഓക്കെ കഴിഞ്ഞിട്ട് വാ. എടാ ബാത്റൂമില്ല. എടാ ഓനെ പറഞ്ഞ് ഉപദേശിച്ചിട്ടൊന്നും ഒരു കാര്യം. നിങ്ങൾ ആലോചിച്ച് നോക്കിയാ, വീട് മാറുന്നേറ്റ് ഇത് പാക്ക് ചെയ്ത് വെക്കാൻ പറഞ്ഞിട്ട് ഇവനെ ഇവിടെ കൂട്ടി വെച്ചിട്ട് ഇവൻ കുറച്ചതിന് ഇത് പാക്ക് ചെയ്യുന്ന പറഞ്ഞത്. രാവിലെ ആകുമ്പോഴേക്ക് പാക്ക് ചെയ്ത് തരുന്നു. നമുക്ക് നാളെ രാവിലെ മാറണം. നാളെ രാവിലെയോ അല്ല നാളത്തെ ദിവസം എന്തായാലും മാറണം. ഓക്കെ, നാളത്തെ ദിവസം വീട് മാറണം. ഇവ ഇത് പാക്ക് ചെയ്യാന്നാ പറയുന്നത്. എനിക്കറിയില്ല ഇവരെങ്ങനെ ഇത് പാക്ക് ചെയ്യും. എനിക്ക് ഇത് പെട്ടി പോലുമല്ലോ ഇവിടെ. ആകെ 2 ചെറിയ പെട്ടികൾ, കമ്പ്യൂട്ടർ PC-ന്റെ മോണിറ്ററിന്റെ സ്പീക്കറിനുള്ള പെട്ടികളെ ഇവിടെ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഇവൻ മിക്കവാറും ആ പുതപ്പിൽ ഇവൻ ചെയ്യാൻ നിങ്ങൾ നോക്കിക്കോ. 100% ഇവൻ ചെയ്യാൻ പോകുന്നത് അതായിരിക്കും മിക്കവാറും. 90% ഇവൻ ചെയ്യാൻ പോകുന്നത് ആ പുതപ്പായിട്ട് എടുത്തിട്ട് ആ ബെഡ്ഷീറ്റ് ആ ബ്ലാങ്കറ്റായിട്ട് എടുത്തിട്ട് വിരിച്ചിട്ട് അതിൽ മൊത്തം സാധനം ഇട്ടിട്ട് ഒരു ഉണ്ടാക്കിയിട്ട് വെക്കും. അങ്ങനെയൊന്നും ചെയ്യാൻ പോകും. നോക്കിക്കോ, അവനൊരു ബാണ്ടക്കെട്ട് മരുന്ന ബാണ്ടക്കെട്ടാക്കിയിട്ട് തരയുക. ഞാൻ മറ്റേ പണ്ട് ആദിവാസികൾ വീട് മാറിയിട്ട് അടുത്ത വീട്ടിലേക്ക് പലായനം ചെയ്യുന്ന പോലെ ഞാൻ ഒരു കൊള്ളിയും കുളത്തിട്ട് പോകേണ്ട വരും. എന്ത് ഫുഡ്? എടാ ഏത് ഫുഡ്? ഇവൻ ഫുഡ് ഉണ്ടാക്കാനാ. ഇവൻ ഇവിടെ വന്നിട്ട് എപ്പ ഫുഡ് ഉണ്ടാക്കിനടാ? ഒരു ദിവസം ഞാൻ എല്ലാത്തിനും കൂട്ടർക്കും കൊടുക്കും. ഞാൻ കാര്യം പറയാലോ. ഇന്നും ഫുഡ് ഉണ്ടാക്കിയിട്ടില്ല. ഇത് ഞാൻ എന്നാ ചെയ്യണ്ടേ? ഇവനാ ഒന്നും ചെയ്യാൻ കഴിയില്ലടാ. ഞാൻ എൻ്റെ തീരുമാനമായിരുന്നു.
ഇവരിങ്ങോട്ട് എടുക്കാന്നുള്ളത്. അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒന്നും പറയാൻ പറ്റില്ല, മനസ്സിലാവും. പക്ഷേ ഇവ നമ്മളെ പറ്റിച്ച് ഫുഡ് ഉണ്ടാക്കാൻ അറിയാന്നുണ്ട്. അങ്ങനത്തെ ഒരു കാര്യമുണ്ട് കേട്ടോ. ഇവ എല്ലാം ഉണ്ടാക്കാൻ അറിയാം. എന്തെല്ലാം ഉണ്ടാക്കാൻ അറിയാന്ന് പറഞ്ഞാൽ ബിരിയാണി, നെയ്ച്ചോറ് എല്ലാം ഉണ്ടാക്കാൻ അറിയാന്ന് പറഞ്ഞത്. ആകെ ഇവൻ ഉണ്ടാക്കാൻ അറിയുന്നത് കോഴിക്കറിയും പിന്നെ ഒറോട്ടിയും കോഴിക്കും അറിയാതെ മാത്രമേ ഇവന് ഉണ്ടാക്കാൻ അറിയൂ. മമ്മുനെ പാലാരിവട്ടം കൊണ്ടുപോയി കുനിച്ചേർത്ത് മിക്കവാറും ഞാൻ അതായിരിക്കും ചെയ്യാൻ പോകുന്നത്. മിക്കവാറും ഞാൻ അതാ ചെയ്യാൻ പോകുന്നത്. സീരിയസ് ആവും മൈരനോട്. സീരിയസ് ആവാന്ന് പറഞ്ഞാൽ ഒരു കണക്കിലൂടെ ചെറിയ അക്കനോടാ എങ്ങനെയാ എത്രാന്ന് വെച്ചിട്ടാ ഞാൻ സീരിയസ് ആവുക. ഇഗ്നോറിങ് ഞാൻ പോണെന്നാ. എന്തായാലും MS ഗെയിമറാ. എടാ എന്ത് ഇഗ്നോറിങ്, എന്ത് സംഭവം? നീ എന്താ പറഞ്ഞ? ഞാൻ കണ്ടിട്ടില്ല. എന്താ ഒന്നുകൂടി ഇട്. ഇഗ്നോർ ചെയ്തല്ലടാ, ഞാൻ കണ്ടിട്ടില്ല. പറഞ്ഞു വിട്. നിന്നെ പറഞ്ഞു വിടേണ്ട കാര്യമാണ് ഇവിടെ പറഞ്ഞത്. അടി തന്നെ ഞാൻ ശരിക്കും ഒരു പൂച്ചനെ വാങ്ങിയ പോലെ ഇതാ തൂറിയിട്ട് ചന്തി പോലും കേൾക്കേണ്ടത്. ബാത്റൂം ഇറങ്ങിയിട്ട് അവിടെ വന്നിട്ട് അവിടെ പോയി കടന്ന് ശരിക്കും ഒരു പൂച്ചനെ വാങ്ങിയ പോലെ എനിക്ക് തോന്നുന്നു. എന്ത് പറഞ്ഞാലും കേൾക്കൂല, ഒരു പണിയും എടുക്കൂല, ഫുഡും ഉണ്ടാക്കൂല. ഇന്നും പുറത്തുനിന്ന ഫുഡ്. വൃത്തിയാക്ക്, എല്ലാം പാക്ക് ചെയ്ത് വെക്കണം. അറിയോ നാളെ മാറണം, നാളെ വീട് മാറുന്നതെന്ന് അറിയോ? ലാലു ഡൊനേറ്റഡ് 40 രൂപ ത്രൂ ഗൂഗിൾ പേ. ബ്രോ തമാശ ഒക്കെ നല്ലതാണ്, ബട്ട് മമ്മു കുറച്ച് മര്യാദ പഠിക്കണം, റെസ്പെക്ട് ഇല്ല. കാര്യം എടാ നീ ഇത് കേൾക്കുന്നുണ്ടോ? മമ്മു നിന്നോടാ പറയുന്നത്. ഇരിക്കലൊന്നുമില്ല, നേരെ ഡയറക്റ്റ് വൃത്തിയാക്കി മൊത്തം വൃത്തിയാക്കി നീ ഇന്ന് പോകണ്ടു. അല്ല ഇന്ന് ചെയ്യണ്ട, നാളെ ചെയ്യണം. ഇപ്പൊ എനിക്ക് ലൈവ് ചെയ്യണം. ഇതിന്റെ ഇടക്ക് നിന്റെ ഈ ഒച്ചപ്പാട് ഇതൊന്നും നടക്കൂല. ഞാൻ ലൈവ് കഴിഞ്ഞിട്ടാവും ഇരുന്ന് വൃത്തിയാക്കും, അല്ലെങ്കിൽ നാളെ വൃത്തിയാക്കുക. നാളെ ഉച്ചക്ക്. നാളെ എപ്പം മൂവ് ചെയ്യുന്നത്? മാക്കിനോട് ചോദിച്ചേ. യോ മാക്, ഞാൻ പറഞ്ഞപ്പോ എന്റെ വിചാരം എന്തായിരുന്നു? എന്താക്കി വെച്ചിരുന്നു? ഇത് മിക്കവാറും ബാണ്ടൊക്കെ ഇട്ടില്ലേ എടാ, പുതപ്പില് സാധനങ്ങളെല്ലാം ഇട്ടിട്ട് ബാണ്ടാക്കിട്ട് ഉണ്ടാക്കിട്ട് കൊണ്ടുപോകണം. ഫയർ ഹിം എന്ന് പറയുന്നുണ്ട് ആ കാര്യം. ഇവരെ മിക്കവാറും ഞാൻ പിരിച്ചു വിടും. ഫയർ നാളെ ചെയ്ത. നാളെ എപ്പ നമ്മള് ഉച്ച കഴിഞ്ഞിട്ടല്ലേ മൂവ് ചെയ്യും? രാവിലെ എന്തായാലും മൂവ് ചെയ്യില്ലല്ലോ. രാവിലെ എന്തായാലും മൂവ് ചെയ്യില്ല. സീനില്ല. ഉച്ചക്ക് ചെയ്താൽ മതി. ഇപ്പൊ ചെയ്യണ്ട. ഇപ്പൊ ചെയ്ത ഒച്ചപ്പാടും ഇതുവാകും. ഓക്കെ, ഇന്നെന്താ ചെയ്യാ? പറ. ഞാൻ വൃത്തിയാക്കൂല. അതിനാണ് നിങ്ങളെ രണ്ടാളും. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ ഇങ്ങനത്തെ കാര്യത്തിനാണ് നിന്നെ ഇവിടെ നിർത്തിച്ചിട്ടുള്ളത്. നിന്നെ ആയാലും നീയും ചെയ്യേണ്ട കാര്യമാണ് മേക്കെ. ഇവനെ മാത്രം ഏൽപ്പിക്കേണ്ട കാര്യമല്ല, നീയും കൂടി ചെയ്യേണ്ടത്. എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ. അല്ല ഞാൻ പറഞ്ഞ എന്റെ പണി ഇതാണ്. എനിക്ക് ഇതിനപ്പുറത്ത് ഞാൻ വേറെ പണിയൊന്നും ചെയ്യില്ല. ഇത് നിങ്ങളെ കാര്യം ചെയ്തോളാം. എന്റെ പണി ഞാൻ ചെയ്യുന്നുണ്ട്. ഇതാ എന്റെ പണി. ഞാൻ കാര്യം പറയാല. എനക്ക് പണികൾ നീ വൃത്തിയായിക്കോ. ഈ ഗ്രീൻ സ്ക്രീൻ പൊക്കി വെച്ചിട്ട് ബാക്കിൽ നിങ്ങൾ എന്താന്ന് വെച്ചാൽ വൃത്തിയാക്കുക. എന്താ വെച്ചാൽ ചെയ്തോ. ഓക്കെ. സാലറി കട്ടല്ലേ ഇവന്. ഞാൻ ഇങ്ങോട്ട് ഇവന്റെ കയ്യിൽ നിന്ന് ഇങ്ങോട്ട് സാലറി വാങ്ങിയാലോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. കാര്യം പറയാ, എത്രയും നഷ്ടം അറിയാം എനിക്ക് ഇന്നായി. കാരണം പൊട്ടാൻ നിൽക്കുന്ന പോലെ നിൽക്കുക. കുളിക്കണ്ട, നീയെല്ലാം കുളിച്ചിട്ട് എന്താണോ കാര്യം? നീ എന്താക്കാൻ പോന്നെ? മാക്ക് അവിടെ പോന്നെ? എനിക്ക് 2 ദിവസമായിട്ട് ഉറക്ക് കൂടുതലാണ് മാക്കെ. എടാ നമ്മള് വീട് തപ്പിട്ട് കൊറേ നമ്മള് വീട് തപ്പി കുറച്ച് അലഞ്ഞ്. കുറച്ചധികം വീട് തപ്പിട്ട് അലഞ്ഞ്. എടാ എന്റെ മുഖം കണ്ടാ അറിയായിരിക്കും ടയേർഡായിട്ടാ ഞാൻ വീട് തപ്പി ഇറങ്ങിട്ടാന്ന്. ഒരു വീട് നാളെ മൂവി എന്റെ സ്റ്റോറി കണ്ടില്ലേ? 5 വക ഡൊണേഷൻ വല്ലോം ഉണ്ടോ? പൊടി മേടിച്ച് കൊടുക്കാനാ. തൊപ്പി സോണി എസിനെ OG ഗ്രൂപ്പിൽ ആഡ് ആക്കൂ. ഹി ഡിസേർവ് തരുന്നത്. സോണി എസ് ഇല്ലേ? സോണി എസ് OG ഗ്രൂപ്പിൽ ഇല്ലേ? മെസ്സേജ് അയക്കണം. മെസ്സേജ്
മമ്മു ഇതുവരെ എന്താ ഈ കുപ്പായം തന്നെ അല്ലേ നീ ഒരാഴ്ച ഇവനല്ലേ ഇവൻ എത്ര ദിവസമായിരുന്നു ഈ കുപ്പായ ഇവൻ ഇവനെ ഞാൻ എപ്പോ കാണുമ്പോ 90% ഓഫ് ദ ടൈം ഇവൻ ഈ കുപ്പായ ഇട്ടിട്ടാക്കുക.